ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് കൂലിയുടെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ രജനീകാന്തിൻ്റെ 50 വർഷം തികയുന്ന ഒരു വർഷം കൂടിയാണ് ഈ 2025. മാത്രമല്ല LCU എന്ന് പറയുന്ന ലോകേഷിൻ്റെ ആ ഒരു വേൾഡ് വിട്ടിട്ട് സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഒരു മൂവി ആയിരിക്കും ഇതെന്ന് തുടക്കം മുതലേ പറയുന്നുണ്ട്. ലിയോയിലും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞിരുന്നത്. ബട്ട് ഫൈനലി വന്നപ്പോഴേക്കും അത് LCUവിൻ്റെ പാർട്ടായി മാറി. ഇനി കൂലിയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഇതിൻ്റെ തുടക്കഘട്ടം മുതൽ പ്രത്യേകിച്ച് രജനീകാന്തുമായിട്ട് ചേരുന്നു, പിന്നീട് ഉപേന്ദ്ര, നാഗാർജുന, ആമിർ ഖാൻ, ഇങ്ങനെ ഓരോരുത്തർ ഈ സിനിമയുടെ ഭാഗമായിട്ട് മാറുന്നു. പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്ന് സൗബിനൊക്കെ ഈ സിനിമയുടെ ഭാഗമായിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ വേൾഡായിട്ട് മാറിക്കഴിഞ്ഞു. അതിനൊപ്പം തന്നെ ഇറങ്ങിയ മോണിക്ക എന്ന് പറയുന്നൊരു സോങ് ഒരു രക്ഷയില്ലാത്ത ലെവലിലേക്ക് ട്രെൻഡായി മാറി. അതിന് സൗബിൻ്റെ ഡാൻസും ഗംഭീര ഐറ്റമായിട്ട് മാറി. സോ ഇന്നിപ്പോൾ ട്രെയിലർ എത്തിയിരിക്കുകയാണ്. നമുക്ക് ട്രെയിലർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. பிறந்த உடனே அவன் எவன் கையில சாகுனான்னு நெத்தில ഉപേന്ദ്രയുടെ വോയിസ് ആണോ? ശ്രുതിഹാസൻ, സൗബിൻ. உலகத்திலிருந்து ட்ரேஸே இல்லாம தூக்க முடியும் தெரிஞ்சா it can be a disaster. സൗബിന്റെ സിരി. ഇത് ഉപേന്ദ്രയാണോ നാഗാർജുനാണോ? ഉപേന്ദ്രയായിരിക്കും. ആമിർ ഇത്തവണ കണ്ടെയ്നറൊക്കെ തന്നെ വിഷയ കേട്ടാ. എന്താ പുതിയ മരുന്നൊക്കെ കയറ്റി കുത്തി വെക്കുന്നത്? നാഗാർജുനാണ്. സത്യരാജ്. ഓ തലവറ്. മറ്റേ പാട്ടിനകത്തുണ്ടായിരുന്ന സാധനം അല്ലല്ലോ. സൂപ്പർ സ്റ്റാർ രജനി. ഓ ഉപേന്ദ്ര മാം. ഓ ആമിർ എന്താ മോനെ. സൗബിനൊക്കെ കിഡിലെ റോളല്ലേ. சூப்பர். அவன் உங்களுக்கு அப்பாவா இருக்கலாம், ஆனா அவன் எனக்கு நண்பன். എങ്ങോട്ടാ പോകുന്നൊരു ഐഡിയ ഇല്ലല്ലോ. ഗിരീഷ് ഗംഗാധരൻ അച്ഛൻ പൊളി. இந்த தேவா பத்தி தெரிஞ்சிருந்தோ என்கிட்டயே விளையாடி இருக்கேன். ഓ പഴയ സ്റ്റൈലില് അമ്മ. അപ്പൊ ഇതിനകത്ത് അങ്ങനെ ഒരു ചാൻസ് പ്രതീക്ഷിക്കാം. എന്തായാലും ട്രെയിലർ കണ്ടു. പക്ഷേ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തോന്നിയ ഒരു കാര്യം പറയാം. ലോകേഷിൻ്റെ സിനിമകളുടെ ഒരു ട്രെയിലർ വരുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും. അതിനകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ കൊണ്ടാണെങ്കിലും വിഷ്വൽ കട്ട്സ് കൊണ്ടാണെങ്കിലും ഒക്കെ ഭയങ്കര രസമായിരിക്കും. പക്ഷേ ഇതിനകത്തൊരു കട്ട്സ് എനിക്കൊരു നോർമൽ കട്ട്സ് പോലെയാണ് ഫീൽ ചെയ്തത്. വലിയൊരു സുഖം കിട്ടിയില്ല. സാധാരണ ഇപ്പോൾ ലിയോൻ്റെ ഒക്കെ ഒരു ട്രെയിലർ കട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്യും. പക്ഷേ അതിവിടെ വന്നിട്ടില്ല. ബട്ട് എന്തൊക്കെയോ സംതിങ് വലിയൊരു വേറൊരു വേൾഡാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നമ്മുടെ ആ കൈദിയിലൊക്കെ ഉണ്ടായിരുന്ന ആ പുള്ളിക്കാരൻ ഇതിനകത്ത് ഒരു വേഷം ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡ് അലോൺ മൂവിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് സംശയിക്കുന്നതിനകത്ത് തെറ്റില്ലല്ലോ, ലോകേഷല്ലേ, പറയാനൊക്കില്ല. എന്നിരുന്നാലും സൗബിൻ്റെ ക്യാരക്ടർ ഫഹദിന് വേണ്ടിയിട്ട് എഴുതിയതായിരുന്നു എന്നൊക്കെ ഓൾറെഡി പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും LCUവിലേക്ക് വരാനുള്ള ചാൻസ് ഭയങ്കര കുറവായിരിക്കും. ഇനി ഫഹദ് മാറിയതുകൊണ്ട് സൗബിന് കൊടുത്തതുകൊണ്ട് വല്ല ചാൻസസും ഇതിനകത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ബട്ട് എന്തായാലും ഇതും വലിയൊരു കാർട്ടലിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു വലിയൊരു പരിപാടിയായിട്ടാണ് പിടിച്ചിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. എന്നാലും എനിക്ക് ആ ഒരു മാസി ഫീൽ അങ്ങോട്ട് കിട്ടാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അത് നല്ല വിഷമമുണ്ട് കേട്ടോ.
കാരണം അത്രയും പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നു ഈ ഒരു ട്രെയിലർ കട്ടിൽ. പക്ഷേ ആ കട്ട്സിൽ അത് ഫീൽ ചെയ്തില്ല. ആ സോങ്ങിനകത്ത് വന്നൊരു പവർ ഹൗസ് സോങ്ങിനകത്ത് വന്നൊരു ഫീല് ഇതിനകത്ത് കണ്ടപ്പോഴത്തേക്ക് കിട്ടിയില്ല. ബട്ട് മാസീവായിട്ടുള്ള എല്ലാവരെയും ഇതിനകത്ത് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും 50 വർഷം തികയുന്ന ഈ ഒരു വേളയിൽ ലോകേഷിൻ്റെ ഈ ഒരു പടത്തിൽ ഒരു ഗംഭീര മാസീവ് ക്യാരക്ടറായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. രജനീകാന്തിനെയും അല്ലെങ്കിൽ ഉപേന്ദ്രനെയും ഈ പറയുന്ന നമ്മുടെ നാഗാർജുനനെയൊക്കെ വേറൊരു ലെവലിൽ ഒരു ഫേസിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ലോകേഷിന് അങ്ങനത്തെ ഒരു പണി അറിയാം. എങ്ങനെ കൈ കിട്ടുന്ന ആക്ടേഴ്സിനെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണമെന്ന് പുള്ളിക്കാരനറിയാം. ഈ ട്രെയിലർ കട്ടിനെ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് ഒരു തട്ടിക്കൂട്ട ട്രെയിലർ കട്ട് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. മേ ബി മൂവിക്കകത്ത് അത് വേറൊരു തരത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഓൾറെഡി വലിയൊരു ഹൈപ്പ് ഉണ്ടാവാതെ ഇരിക്കാനും വേണ്ടിയിട്ടുള്ളൊരു പരിപാടിക്കായിരിക്കാം മേ ബി ഇങ്ങനൊരു നോർമൽ ട്രെയിലർ കട്ട് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ഡൗട്ട്. കാരണം ഹൈപ്പ് കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഫാൻ ബേസസ് തിയറികളൊക്കെ സിനിമയെ ചിലപ്പോൾ പ്രതികൂലമായിട്ട് ബാധിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും ഇതിനകത്തുള്ള എല്ലാ ഫേസസും ഓൾറെഡി കാണിക്കുന്നതും. നിലവിൽ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ള കാസ്റ്റുകളെല്ലാം ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടി കാണിക്കുന്നത് വലിയ ഹൈപ്പ് കയറ്റി പിടിക്കേണ്ട, നിങ്ങൾ പടം കണ്ട് പൊളിച്ചാൽ മതി എന്നുള്ളൊരു പ്ലാനിന് വേണ്ടിയിട്ടായിരിക്കും. എനിവേ എന്താണെങ്കിലും ട്രെയിലർ എന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചില്ല. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് പോവുകയും ചെയ്തു. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് മൂവി വരുമ്പോഴത്തേക്ക് വെയിറ്റ് ചെയ്യാം. സോ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുള്ള മൂവീസിൻ്റെ ഒക്കെ റിവ്യൂസ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്ന മറ്റ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.